ഹോർമുസിൽ കച്ചവടക്കണ്ണുമായി അമേരിക്ക നടത്തിയ നീക്കം GCC രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവായി. കപ്പലുകളിൽ നിന്ന് 20% ചുങ്കം പിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനെയാണ് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടത്തോടെ എതിർത്തത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 13 ഇന്ത്യക്കാരാണ്. 3 പേരെ കാണാതാവുകയും ചെയ്തു. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഈ ഒരു യുദ്ധം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പോലും ഒരു പക്ഷേ ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നു. പക്ഷേ പിന്നാലെ GCC രാജ്യങ്ങളുടെ എതിർപ്പ് പ്രകാരം അത് മാറ്റിപ്പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഉദ്ദേശം ഈ ഹോർമുസ് പിടിച്ചെടുക്കുക എന്നത് തന്നെ ആയിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഹരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു കച്ചവടക്കണ്ണ് ട്രംപിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ വെളിപ്പെടുന്നത്. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞത് ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഹോർമൂസിൽ അമേരിക്കൻ സൈന്യം ആധിപത്യം ഉറപ്പിച്ചപ്പോൾ തന്നെ അതിലൂടെ വലിയ വരുമാനം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അവിടെ ഹോർമൂസിനെ പിഴിഞ്ഞ് അമേരിക്കയ്ക്ക് ധനമുണ്ടാക്കാൻ പറ്റുന്നു. അമേരിക്ക ഒരു ബിസിനസ്സുകാരെ പോലെയാണ് ചിന്തിക്കുന്നതെന്നൊരു പരാമർശം നേരത്തെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ പ്രകടമായി അത് പുറത്തേക്ക് വരികയാണ്. ഹോർമൂസിൽ 20% ചുങ്കം പിരിക്കാനാണ് അമേരിക്ക തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെ GCC രാജ്യങ്ങൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നു. ഇതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ട് പോലും ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നത്. പ്രധാനമായും ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് 20% ചുങ്കം എന്നത് വാങ്ങുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഹോർമൂസിൻ്റെ ഗാർഡിയൻ തങ്ങളാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതായത് അമേരിക്കയ്ക്ക് ഒരു ഇടപെടലോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും അവകാശമോ ഒന്നും തന്നെ ഇല്ലാത്ത ഹോർമൂസിലേക്ക് അമേരിക്ക എത്തുന്നത് ഇറാനെ ആണവ നിരായുധീകരണം നടത്തുക, അല്ലെങ്കിൽ ഇറാൻ ആണവശക്തിയാകാതിരിക്കാൻ വേണ്ടി തങ്ങൾ ഈ യുദ്ധം നടത്തുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ആദ്യം ഇസ്രായേലിന് വേണ്ടി രംഗത്തെത്തുകയും ഏറ്റവും ഒടുവിൽ അത് ഹോർമൂസിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. പൈസ തന്നെയാണ്, പണം തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാവുകയാണ്. 20% ചുങ്കം എന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്കത് കനത്ത തിരിച്ചടിയാകും. കാരണം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യുദ്ധസമയത്ത് വലിയ നേട്ടമുണ്ടാക്കി. അവരുടെ എണ്ണോൽപാദനവും കയറ്റുമതിയും വലിയ തോതിൽ വർദ്ധിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നേരത്തെ നൽകിയിരുന്ന നിയന്ത്രണം യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഒഴിവാക്കി കൊടുത്തു. ആ സാഹചര്യം വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ റഷ്യയ്ക്ക് സാധിച്ചു. എന്ന് മാത്രമല്ല, അമേരിക്ക റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച അമേരിക്കൻ സെനറ്റർ ഗ്രഹാം ഉൾപ്പെടെയുള്ളവരാണ് നേരത്തെ ഈ ബില്ല് കൊണ്ടുവന്നത്. 500% വരെ എന്നൊരു തീരുമാനം കൊണ്ടുവന്നത്. അതിപ്പോൾ 100% കുറച്ചിരിക്കുന്നു. അതായത് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള സാധ്യത വീണ്ടും തെളിയുകയാണ്. അങ്ങനെയെങ്കിൽ അത് തിരിച്ചടിയാകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും UAE അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പല രാജ്യങ്ങളും പുറത്തു വരികയും സ്വന്തമായി അവർ എണ്ണയുടെ വില തീരുമാനിക്കുകയും ആ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു. ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി അവർക്ക് വലിയ തോതിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് കപ്പലുകൾക്ക് 20% ചുങ്കം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ തുക പിരിക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങുന്നത്. അത് തിരിച്ചടിയാകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ആ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർത്ത് അവർ രംഗത്ത് വന്നതും ട്രംപിന് അത് പിൻവലിക്കേണ്ടി വന്നതും. ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നാക്കം പോയി. അവിടെയും ട്രംപ് മറ്റൊരു തന്ത്രം ഉപയോഗിച്ചിരിക്കുകയാണ്. വ്യാപാര നിക്ഷേപ കരാറുകൾ ഈ രാജ്യങ്ങളുമായി, അതായത് തീരുവയ്ക്ക് പകരം മറ്റൊരു ബിസിനസ് ഡീലുമായി ട്രംപ് രംഗത്ത് വരുന്നു. അതായത് ഇറാൻ്റെ ആണവശക്തിയോ അല്ലെങ്കിൽ ഇറാനെ നിരായുധീകരിക്കുന്നതോ മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല കാര്യം. അമേരിക്കയുടെ താല്പര്യം ഹോർമൂസാണ്. അവിടെ നിന്ന് പണം സമ്പാദിക്കലാണ്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 13 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിച്ചത്. അതുമുതൽ ഇങ്ങോട്ട് 13 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി. 3 പേരെ കാണാതായിട്ടുണ്ട്. കൂടുതൽ പേരും മരിച്ചത് ഇറാൻ്റെ ആക്രമണത്തിലാണ്. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇന്ത്യൻ കപ്പലിലെ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ജീവൻ ബലികഴിക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ ഒരു കച്ചവട താല്പര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുതയുമായി ചേർത്ത് വെക്കേണ്ടത് കൂടിയുണ്ട്. ഹരി, വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.